നെഞ്ചിലേക്ക് വല്ലാത്തൊരു വേദന പടർന്നു കയറി. മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ആദി പ്ലീസ് ഹെൽപ്പ് മീ, വേദന എടുക്കുന്നു. ഉറപ്പായി ഞാൻ രക്ഷിക്കും വല്യമ്മേ. പെട്ടെന്ന് അവർ ബോധം മറിഞ്ഞ് വീണു. ഷിഫ്റ്റ് യുവർ ടു AV ഹോസ്പിറ്റൽ. ആദ്യം അടുത്തുനിന്നയാൾക്ക് ആജ്ഞ നൽകി പുറത്തേക്ക് ഇറങ്ങി. കൈലാസം വീട്ടിലുള്ള എല്ലാവരും പരിഭ്രാന്തിയുടെ AV ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. രാധിക ICUവിലാണെന്ന് അറിഞ്ഞതും എല്ലാവരും അവിടേക്ക് ഓടി. ICUവിന്റെ ഫ്രണ്ടിൽ തന്നെ ആദി ഇരിക്കുന്നുണ്ടായിരുന്നു. ആദി, അമ്മക്ക്? അഭിറാം ആകുലതയോടെ ആദിയോട് ചോദിച്ചു. BP കൂടിയതാ, സ്ട്രോക്കായി, വലത് സൈഡ് ഫുൾ തളർന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നാലേ ബാക്കി അറിയാൻ കഴിയുള്ളൂ. ആ വാർത്ത കേട്ടതും രാമകൃഷ്ണൻ ഭിത്തിയിലേക്ക് ചാരി നിന്നു. തറവാട്ടിലുള്ള എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യം നന്ദയെ നോക്കി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിരാമിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അവൾ. അവൻ അവരുടെ അടുക്കിലേക്ക് പോയി. ആദ്യം കണ്ടതും അഭിരാമി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവനവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആദിയുടെ കണ്ണുകളിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലായിരുന്നു. അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകിയെന്ന് തന്നെ അവൻ്റെ മനസ്സ് വാദിച്ചു. ഭിത്തിയിൽ ചാരി നിൽക്കുന്ന നന്ദയെ നോക്കി ആദി പുഞ്ചിരിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ICUവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, രാധികയ്ക്ക്? അഭിറാം ഓടിയാടെ മുമ്പിലെത്തി ചോദിച്ചു. ഒന്ന് ക്യാബിനിലേക്ക് വരും. ഡോക്ടർ അതും പറഞ്ഞ് ക്യാബിനിലേക്ക് പോയി. കൂടെ തന്നെ ആദ്യം അഭിരാമും രാമകൃഷ്ണനും പോയി. ആദിയുടെ വല്യമ്മയല്ലേ രാധിക? അതെ ഡോക്ടർ. BP കൂടിയതാണ്, കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിരുന്നു, റൈറ്റ് സൈഡ് ഫുള്ള് പാരലൈസ്ഡ് ആയി. ഇനി റിക്കവറി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഫിസിയോതെറാപ്പി വഴി എന്തെങ്കിലും കഴിയും? ആദി ചോദിച്ചു. കഴിയില്ല, പൂർണ്ണമായും പഴയ സ്റ്റേജിലേക്ക് വരാൻ ഇനി കഴിയില്ല. സംസാരശേഷിയും നഷ്ടമായി. കേട്ട വാർത്തയിൽ അഭിരാമും രാമകൃഷ്ണനും പകച്ചിരുന്നു. ആദിയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. കുറച്ചു നേരത്തിന് ശേഷം രാധികയെ റൂമിലേക്ക് മാറ്റി. എല്ലാവരും അവർ ചെന്ന് റൂമിൽ പോയി കണ്ടു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം അകത്തേക്ക് കയറി. ആദ്യം കണ്ടതും അവർ ഭയം കൊണ്ട് വിറച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആഹാ, കരയുന്നു, സോ സാഡ്. എൻ്റെ പെണ്ണ് കരഞ്ഞ കരച്ചിൻ്റെ അത്രയും ആയില്ലല്ലോ വല്യമ്മേ. അവരുടെ കണ്ണീരുണ്ടാവും പറഞ്ഞു. എന്തായാലും ഇങ്ങനെ കിടക്കാം. വല്യമ്മയുടെ ജാതകം നോക്കിക്കേണ്ടതായിരുന്നു. അപ്പോൾ ശരി, കാണാം. ആദിയുടെ പോക്ക് നോക്കിയെന്നവർ കണ്ണീർ വാർത്ത് ബെഡിൽ കിടന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അവരിൽ ദേഷ്യമുളവാക്കി. അവനെ ചുട്ടുകൊള്ളാനുള്ള ദേഷ്യം അവരിലുണ്ടായി. ആരോടൊന്നും പറയാൻ കഴിയുന്നില്ല. ഇടതുകരം അനക്കാം. എങ്കിലും അവിടെയും നേരിയൊരു തളർച്ചയുണ്ട്. ഹോസ്പിറ്റലിൽ എല്ലാവരും നിൽക്കേണ്ടെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണനും അഭിരാമും പൂജയും ഹോസ്പിറ്റലിൽ നിന്നു. ബാക്കി എല്ലാവരും തറവാട്ടിലേക്ക് തിരിച്ചു. ഒരു കാറിൽ മുത്തശ്ശനും മുത്തശ്ശിയും ആദിയും നന്ദയും കയറി. രണ്ടാമത്തെ കാറിൽ അഭിരാമിയും വൈഷ്ണവിയും കയറി. കാറിലേക്ക് കയറിയതും ആദ്യം നന്ദയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. പകപ്പോട് അടുത്തിരുന്ന മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുവാണ്. അവളുടെ ഇടുപ്പിലൂടെ കയറ്റി പിടിച്ച് അവൻ തോളിലേക്ക് ചാഞ്ഞു. അവൾ പതുക്കെ വിളിച്ചു, വിട്ട്. അവൾ ഞെരിവിരിയുണ്ട്. അവൾ കുസൃതിയോടെ അവളുടെ ടോപ്പ് നോക്കി വയറിലായി മെല്ലെ തഴുകി. അവളുടെ ശ്വാസഗതി ഉയർന്നു. മിഴികൾ പരൽ മീനെ പോലെ പിടഞ്ഞു. അവൾ മുന്നിലേക്ക് നോക്കി. മുത്തശ്ശൻ ഡ്രൈവറോട് സംസാരത്തിലാണ്. മുത്തശ്ശി കണ്ണടച്ചിരിക്കുന്നു. ദേവാ. അവിടെ നാഭിച്ചുഴിക്ക് ചുറ്റും വൃത്തം വരച്ചാൻ വിളിച്ചതും അവളൊന്ന് ഏങ്ങിപ്പോയി. ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ കൈകൾ വായിലേക്ക് അമർത്തി. അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ കാതിൽ ചുണ്ടമർത്തി. അവൾ അവൻ്റെ വലത് കൈയിൽ അമർത്തി പിടിച്ച് അവനെ നോക്കി വേണ്ട നിറത്തിൽ തലയാട്ടി. വേണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോൾ അടങ്ങിയിരിക്കണം. അവൾ മെല്ലെ തലയാട്ടി കാണിച്ചു. അവൻ ഇടുപ്പിൽ നിന്ന് കൈയെടുത്ത് അവൾ നോക്കി കണ്ണിച്ചിമ്മി കാണിച്ച് അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അവൻ കണ്ണുകൾ അടച്ച് ഫ്രഷായി ഇറങ്ങി നേരത്താണ് ടേബിളിൽ നിന്ന് നന്ദയുടെ ഫോൺ റിങ് ചെയ്ത്. അവൾ ടവൽ സ്റ്റാൻഡിലിട്ട് ഫോണിൽ നോക്കി. അമ്മു കോളിംഗ് കണ്ട് അവൾ പുഞ്ചിരിയുടെ ഫോണിലെത്തു. ഹലോ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്റെ അനക്കൊന്നുമില്ലല്ലോ പെണ്ണെ. ഫോണിൽ കൂടെയുള്ള പരിഭവത്തോടെയുള്ള അമ്മുവിൻ്റെ വാക്ക് കേട്ടത് നന്ദൊന്ന് പുഞ്ചിരിച്ച് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഞാൻ വിളിക്കാനിരിക്കായിരുന്നു നിന്നെ. ഓ പിന്നെ സത്യടി. അതൊക്കെ പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെയുണ്ട്? ഡോക്ടർ എങ്ങനെയാടി? റൊമാൻറ്റിക് ആണോ? പോ പെണ്ണെ, ഇതൊക്കെയാണോ തിരക്കുന്നത്? പിന്നല്ലാതെ നീ പറഞ്ഞേ. അത് ഡോക്ടറിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റോ? എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. നന്ദ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ വല്യമ്മയാണല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലായത്? ഞഞ്ഞായി, അവർക്ക് അങ്ങനെ തന്നെ വേണം. അമ്മു, നന്ദു ദേഷ്യത്തോടെ വിളിച്ച്. നീ ദേഷ്യപ്പെടണ്ട, അവരെന്തൊക്കെ പറഞ്ഞു? അവരുടെ ഒരു അഹങ്കാരം. മറ്റൊരാളുടെ സങ്കടാവസ്ഥയിൽ ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല അമ്മു. ഓ ശരി, നീ എന്നാ ഇനി കോളേജിലേക്ക് വരുന്നത്? അറിയില്ല, ഞാൻ ദേവേട്ടനോട് ചോദിച്ചിട്ട് പറയാം. പുരോഗമനമുണ്ടല്ലോ, ഡോക്ടർ വിളിയിൽ നിന്ന് ദേവേട്ടനായി അല്ലേ? അപ്പോഴാണ് നന്ദയെ തിരക്കി ആദിയോടേക്ക് വന്നു. റെയിലിങ്ങിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിക്കുന്ന അവിടെ പുറകിലൂടെ ആദി ചുറ്റിപ്പിടിച്ച് തോളിലായി താടിയമർത്തി. പെട്ടെന്ന് നന്ദന് ഞെട്ടി. അവൾ തിരിഞ്ഞു നോക്കി. ആദിയെ കണ്ടതും പെണ്ണിന് വിറയലായി. ഹലോ, നീ നന്ദ? ഫോണിൽ കൂടെയുള്ള അമ്മുവിൻ്റെ ശബ്ദം കേട്ടു അവൾ ഫോണിലേക്ക് ശ്രദ്ധിച്ചു.
ആദ്യം അവളിൽ നിന്ന് മാറി റെയിലിലേക്ക് ചാരി നിന്ന് അവൾ നോക്കി. പിടക്കുന്ന അവളുടെ കണ്ണുകളും നിറഞ്ഞ മുടിയിഴകളും കഴുത്തിലും മുഖത്തിലും പറ്റിപ്പിടിച്ച ജലഗണങ്ങളും എല്ലാത്തിലും അവൻ്റെ കണ്ണുകൾ പാറി വീണു. അവൻ്റെ നെഞ്ചിരിപ്പ് ഉയർന്നു. അമ്മു ചോദിച്ചതിന് അവൾ ഓരോന്നും മൂലം മറുപടി നൽകി പെട്ടെന്ന് ഫോൺ കട്ടാക്കി. റൂമിലേക്ക് പോകാൻ അവളുടെ കൈ ആദ്യം പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്തിനാ പെണ്ണ ഇങ്ങനെ വിറക്കുന്നു? എന്നെ പേടിയാണോ? അവളുടെ വിറക്കുന്ന ശരീരത്തിലേക്ക് ചേർന്നെന്ന് അവൻ ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. പിന്നെന്താ? ഓ ഒന്നുമില്ല. ഒന്നുമില്ലേ? ദേവാ, ഐ ഫീൽ തേഴ്സ്റ്റി. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. എനിക്ക് ആ വെള്ളമല്ല വേണ്ട, ഇതാ വേണ്ടത്. അവളുടെ ചുണ്ടിൽ തഴിയാവൻ പറഞ്ഞു. അവൾ പിടഞ്ഞുപോയി. ദേവേട്ട. അവനെന്ന് മൂളി അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അവളിലേക്ക് പതിയെ അമർന്നു. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണിൽ അമർന്നു. ഇരു കണ്ണുകളിലും അമർത്തി ചുംബിച്ച് അവൻ്റെ ചുണ്ടുകൾ മൂക്കിൽ പതിഞ്ഞു. നന്ദയുടെ തൊണ്ട വറ്റി വരണ്ടു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. പരൽമീനിനെ പോലെ പിടക്കുന്ന അവളുടെ മിഴികളിലേക്ക് നോക്കി. അവൻ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവൾ ഏങ്ങിക്കൊണ്ടും ഉയർന്നു പൊങ്ങി. ഒരു കൈ ഇടുപ്പിൽ പിടിച്ചുകൊണ്ടവൻ അവളുടെ ചുണ്ടുകളെ രുചിച്ചു. അവൻ്റെ നാവും പല്ലും ചുണ്ടും അവളുടെ ഇരു ചുണ്ടുകളിലും മാറി മാറി പതിഞ്ഞു. വല്ലാത്തൊരാവേശത്തോടെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ ശ്വാസം തടസ്സമായത്. അവൻ മടിയോട് അവളുടെ ചുണ്ടിൽ നിന്ന് അടർന്നു മാറി. കണ്ണടച്ച് കിതച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ അവൻ നെഞ്ചോട് അടക്കി പിടിച്ച് ചേർത്തു. ഒട്ടും സ്റ്റാമിനയില്ലല്ലോ ദേവ, എൻ്റെ താ ശരിക്കാൻ മാറിയിട്ടില്ല. അവളുടെ ചെവിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചവൻ പറഞ്ഞത് അവൾ കോരി തരിച്ചു പോയി. തോൾ വെട്ടിമാറ്റി അവൾ അവൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു. അതെ, മുടങ്ങിപ്പോയ ഫസ്റ്റ് മീറ്റ് ഇന്ന് ആഘോഷിക്കണ്ടേ? നന്ദയെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുണ്ടവൻ ചോദിച്ചു. നാണം നിറഞ്ഞ് ശരിയായിരുന്നു അവളുടെ മറുപടി. അവൻ അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി. ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ടു. റൂമിലാകെ അരണ്ട് വെളിച്ചം പറഞ്ഞു. അവളുടെ മുഖം ചൊലിച്ചു നിൽക്കുന്നതായി അവന് തോന്നി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിൽ മൃദുവായി അമർന്നു. അവൾ കണ്ണുകളടച്ച് അവൻ്റെ ചുംബനം സ്വീകരിച്ചു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. ഒടുവിൽ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പാഞ്ഞു നടന്നു. അവളുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് പ്രീതി ഉറക്കത്തിൽ ഞെട്ടിയുണർന്നു. കണ്ട സ്വപ്നത്തിൽ അവൾ വിമുക്തയായില്ല. ഞാൻ സമ്മതിക്കില്ലാതെ, നീ എന്റെയാ. അവൾ മുടിയിൽ കൊരുത്ത് വലിച്ചു. എനിക്ക് നിന്നെ വേണം, എനിക്ക് വേണം. ഒരു റൂമിൽ ഒരു ബെഡിൽ നീ അവളും. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. പ്രീതി പെട്ടെന്ന് ഫോൺ എടുത്ത് പൂജയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. ഉറക്കച്ചടവിടെ പൂജ ഫോൺ കോൾ എടുത്തു. ഹലോ പൂജ, ദേവദന്ത എവിടെ? നിനക്ക് എന്താ പെണ്ണെ പ്രാന്തായ ഈ പാതിരാത്രി അവളെ അന്വേഷിക്കാൻ? അതെ, എനിക്ക് പ്രാന്ത. വർഷങ്ങളായി ആ പ്രാന്തിൽ ഞാൻ ജീവിക്കുന്നു. ആദ്യം എന്ന പ്രാന്ത്. അവളെവിടെ? അവള് റൂമിൽ കാണും. ഏത് റൂമിൽ? കല്യാണം കഴിഞ്ഞ കെട്ടിയവൻ്റെ റൂമിലല്ല കിടക്കുന്നു. അവിടെ കെട്ടിയവൻ്റെ റൂമിൽ കാണും. നിനക്ക് എന്താടി? പോയി കിടന്നിറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് പൂജ ഈർഷ്യയുടെ ഫോൺ കട്ട് ചെയ്തു. ദേഷ്യത്തിൽ പ്രീതി ഫോൺ വലിച്ചെറിഞ്ഞു. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. പ്രീതിയുടെ അലർച്ച ആ 4 ചുമരുകളിൽ തട്ടി തെറിച്ചു. പത്മിനി ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ രാധികയ്ക്കുള്ള ഫുഡും കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയാണ് വൈഷ്ണവി. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന പ്രീതിയുടെ അമ്മയെ കാണുന്നത്. ഞാനിപ്പോൾ വന്നേയുള്ളൂ. അവരൊന്ന് മൂളി പാത്രം ടേബിളിലേക്ക് വെച്ച് അവിടെയായിരുന്നു. എങ്കിലും രാധികയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്ത് പറ്റിയെന്ന്? ഇത്രയും നാൾ ആരോഗ്യത്തോട് ഓടിച്ചാടി നടന്നല്ലേ? അല്ല വൈഷ്ണവി, നിന്റെ മരുമോൾ എങ്ങനെയുണ്ട്? അതൊരു പാവം കൊച്ച, നല്ല സ്നേഹമാണ്. ആദിയുടെ ജാതകമൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ വിവാഹം ഉറപ്പിച്ച്? പത്മിനി എന്താ ഉദ്ദേശിക്കുന്നത്? ആദിയുടെ ആക്സിഡന്റ്, ഇതാ ഇപ്പം രാധിക ഈ അവസ്ഥയിൽ. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വലുതുകാലം വെച്ച് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യക്കേടാണെന്ന് എല്ലാവരും പറയുള്ളൂ. ദേ പത്മിനി, നീ ഇത് എന്നോട് പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു. ആദിയുടെ മുമ്പിലൊന്നും ഇങ്ങനെ പോയി പറയാൻ നിൽക്കല്ലേ. അവൻ അവളെന്ന് വെച്ച ജീവനാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അമ്മയെക്കൊന്ന് ഭൂമിയിൽ ജയിച്ച് വീണ പെണ്ണല്ലേ. നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്ക് വൈഷ്ണവി. ആദിക്ക് ഇത്രയും നാളിനിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ്, ഡ്രൈവിങ്ങിൽ അവൻ നല്ല എക്സ്പേർട്ട് അല്ലേ. അവന് വരെ പിഴച്ചു. ആ പെണ്ണിൻ്റെ ജാതകത്തിൽ നിന്ന് ദോഷമുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുന്ന നല്ലതായിരിക്കും. ഇനി ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. അവരുടെ വാക്കുകൾ ഒരു തീക്കനൽ പോലെ വൈഷ്ണവിയുടെ ഉള്ളിലെരിഞ്ഞു. ഇവിടെ അടുത്ത് നല്ലൊരു ജ്യോതിഷനുണ്ട്. അയാൾ പറഞ്ഞ അച്ചട്ട കുട്ടികളുടെ ജാതകം കൊണ്ട് നമുക്ക് അയാളെ പോയി ഒന്ന് കാണാം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പരിഹാരം ചെയ്യാലോ. അതെല്ലാം പ്രശ്നമൊന്നുമില്ലെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുകയും ചെയ്യാലോ. എല്ലാം കേട്ടുകൊണ്ട് രാധിക ബെഡിൽ കിടന്നു.
ഇടത് കൈ അനക്കാൻ ശ്രമിച്ചത് അവർക്കെന്തോ തളർച്ച തോന്നി. ലേ രാധിക, ഇടത് കൈ അനക്കാൻ കഴിയുന്നില്ലല്ലോ. ഇവർ വാങ്ങിയിട്ടേ പോവുള്ളൂ. ഒരു ജാതകം നോക്കിയിട്ടാ ഞാൻ ഈ കിടപ്പ് കിടക്കുന്നത്. ആ അനുഭവിച്ചോ, വരാനുള്ളത് വഴി തങ്ങില്ല. ജാതകമില്ലേ കയ്യിൽ? അത് വീട്ടിലുണ്ട് പത്മിനി. എങ്കിൽ വായിക്കണ്ട, ഇന്ന് തന്നെ കാണാം. എന്തു പറയുന്നു? വൈഷ്ണവി ഒന്ന് മൂളി. പത്മിനിയുടെ മുഖത്ത് നിഗൂഢമായൊരു ചിരി വിരിഞ്ഞു. അല്ലറ ചില്ലറ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയായിരുന്നു അമ്മ. ഹലോ കുക്കീസ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. അത് വേറെ ചിലപ്പോൾ ഞാനിനി മൈ സൈക്കോ ഹസ്ബൻഡിൻ്റെ അടുത്ത പാട്ട് ചിലപ്പോൾ ഇനി ഓണത്തിനോ അല്ലെങ്കിൽ ഓണാവധിക്കൊക്കെ ആയിരിക്കും ഇടുന്നത്. കാരണം വേറെ തന്നെ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത് കാരണം അറിയാലോ, പഠിക്കാനൊക്കെ ഒരുപാട് കാണും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ബൈ.